മറിച്ച് അടിമത്വം ആരംഭിക്കുന്നത് ഹുമറായി കോഡ് ഓഫ് ലോ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ജൂതന്മാരുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അടിമത്ത സമ്പ്രദായത്തെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനോട് യോജിച്ച് അത് ആശയതലത്തിൽ കൊണ്ടുവരുന്നതിന് മതകീയമായ എതിർപ്പില്ലാതെ പിന്തുണച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഈ ഒരവസരത്തിലാണ് ഇസ്ലാം കടന്നു വരുന്നത്. ഇസ്ലാം ഒറ്റയടിക്ക് അടിമത്വം നിരോധിച്ചിട്ടില്ല. ഇപ്പോഴും ഇസ്ലാമിൽ അടിമത്വം നിരോധിച്ചതായി കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? അടിമത്വം നിരോധിക്കേണ്ട ആവശ്യം ഒന്നാമതായി ഇസ്ലാമിനില്ല. കാരണം ഇസ്ലാം തുടങ്ങി വെച്ച ഒരാശയമല്ല. എന്നാൽ നല്ലൊരു മതത്തിൻ്റെ അടയാളമല്ലേ ഈ ഒരു അടിമത്വം നിരോധിക്കുന്നത്? എന്നിട്ടും എന്തുകൊണ്ട് ഇസ്ലാം നിരോധിച്ചില്ല? ഒന്നാമതായി ഇസ്ലാം വന്നിട്ടുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വാണിജ്യം നടന്നിരുന്ന ആ കാലഘട്ടത്തിലുള്ള സാമ്പത്തിക അടിത്തറ, സമ്പത്തിൻ്റെ അസ്ഥിവാരമായി പല ആളുകളും കണ്ടിരുന്ന ഒരു മേഖലയാണ് അടിമകൾ. ഈ ഒരവസരത്തിൽ ഇസ്ലാം അടിമത്വം നിരോധിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക നഷ്ടം കൈവരിക്കാൻ കാരണമാകും എന്നതുകൊണ്ട് ഒന്നാമതായി അടിമത്വം നിരോധിച്ചില്ല. രണ്ടാമതായി അടിമത്വം ഒറ്റയടിക്ക് നിരോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അടിമകൾ പട്ടിണി കാരണമായി മരിക്കും എന്നത് ഉറപ്പാണ്. ബ്രിട്ടനിൽ അടിമത്വം നിരോധിച്ച ഉടനെ അബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ അടിമത്വം നിരോധിച്ച ഉടനെ ഒരുപാട് അടിമകൾ ഭക്ഷണം ലഭിക്കാതെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി ഇസ്ലാം മാത്രം അടിമത്വം നിരോധിച്ചതുകൊണ്ട് അടിമത്വം പൂർണ്ണമായി ആളുകൾക്കിടയിൽ നിന്ന് ഇല്ലാതിരിക്കില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. കാരണം ഇസ്ലാമിനെ അംഗീകരിക്കാത്ത മറ്റ് ധാരയിലുള്ള ആളുകൾ അവർ അടിമ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ അടിമകൾ എന്ന സമ്പ്രദായം അവിടെ നിലനിൽക്കും. ഇവിടെയാണ് ഇസ്ലാം അടിമത്വം എന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? ഒരു മനുഷ്യന് ലഭിക്കേണ്ട മാനുഷിക പരിഗണനകൾ ഇല്ലാതാക്കപ്പെടുന്നു. ഈ ഒരു അടിസ്ഥാന ആശയം മുൻനിർത്തി അടിമകളോടുള്ള സമീപനങ്ങളിൽ ഇസ്ലാം വലിയ മാതൃകകൾ കാണിച്ചു എന്നുള്ളതാണ്. അടിമകളെ ഒരിക്കലും വേർതിരിച്ച് കാണരുത്. അടിമകളെ അടിമ എന്ന അർത്ഥത്തിൽ വിളി നടത്തരുത്. അടിമയോട് സ്നേഹത്തോടെ പെരുമാറണം. ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കണം. അടിമകൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അടിമകളെ അമിതമായി അടിക്കാൻ പാടില്ല. അടിമകൾക്ക് താങ്ങാൻ പറ്റാത്ത ജോലികൾ ഏർപ്പെടുത്തി കൊടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മുത്തുനബിയുടെ അരികിലേക്ക് വന്നിട്ടുള്ള ഒരാൾ ഒരു പ്രശ്നം ഉന്നയിക്കുകയാണ്. ഒരു പ്രശ്നം പറയുന്നു, നബിയെ, എൻ്റെ യജമാനൻ എന്നെ വല്ലാതെ അടിച്ചു, എനിക്കത് വല്ലാതെ വേദനിച്ചിട്ടുണ്ട് നബിയെ. ഉടനെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് അടിമകളുടെ മേൽ ഇത്തരം ബലപ്രയോഗം നടത്താൻ അധികാരമില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചിപ്പിക്കുകയാണ്. പിന്നീട് ഇസ്ലാം അടിമകളെ മോചിപ്പിക്കാനുള്ള മാർഗങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ചു. ഫിദിയകളായി പല പ്രശ്നങ്ങൾക്കും ഇബാദത്തുകളിൽ സംഭവിക്കുന്ന, ആരാധനകളിൽ സംഭവിക്കുന്ന വ്യതിചലനങ്ങൾ, പിഴവുകൾ പരിഹരിക്കാനായി ഫഖ്റഖബ അടിമകളെ മോചിപ്പിക്കാൻ ഇസ്ലാം അവസരം നൽകി. അടിമമോചനം എന്നത് വലിയ പുണ്യകർമ്മമാണ് എന്ന് ആയാത്തുകളിലും അഹാദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 30,000-ഓളം അടിമകളെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ സ്വഹാബികളെല്ലാം പരസ്പരം അടിമ മോചനത്തിനു വേണ്ടി മത്സരിക്കുന്നതായി കാണാം. അങ്ങനെ ഇസ്ലാം അടിമത്വം ഇവിടെ അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ജനങ്ങൾക്കിടയിൽ വർണ്ണവിവേചനം നിലനിൽക്കരുത് എന്ന ആശയമാണ്. അമേരിക്കയിൽ പൂർണ്ണമായും അടിമത്വം നിരോധിച്ചിട്ടും ഇപ്പോഴും വർണ്ണവിവേചനം, റാസിസം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തെ മുൻനിർത്തി ഇസ്ലാം ആർക്കുമിടയിൽ വർണ്ണത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വേർതിരിവില്ല. മനുഷ്യരെല്ലാവരും ഒന്നാണ്. അതേസമയം അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് അള്ളാഹുവിന് എത്രത്തോളം ഇബാദത്ത് ചെയ്യുന്ന അടിമയാകുന്നുവോ അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന അള്ളാഹു നൽകുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജനറൽ ഐഡിയൽ ടോക്ക് അവസാനിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, വേദി 2 ജനറൽ ഫോട്ടോ സ്റ്റോറി
വേദി 2 ജനറൽ ഫോട്ടോ